ജിദ്ദ കരിപ്പൂർ വിമാനം തകരാറിലായതിനെ തുടർന്ന് കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗ് ഗിയർ തകരാറിലായതും ടയറുകൾ പൊട്ടിയതുമാണ് കാരണം. 160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ പിന്നീട് ബസ് മാർഗം കരിപ്പൂരിലെത്തിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ യാത്രക്കാരുടെ പ്രതിഷേധവുമുണ്ടായി. വിമാനത്തിന്റെ ടയർ പൊട്ടിയ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. രാവിലെ 9:10 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജിദ്ദ കരിപ്പൂർ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. തുടർ പരിശോധനയിൽ 2 ടയറുകൾ പൊട്ടിയ നിലയിൽ കണ്ടെത്തി. ജിദ്ദയിൽ നിന്ന് പുറപ്പെടും മുന്നേ തകരാറുകൾ ഉണ്ടായിരുന്നെന്ന് യാത്രക്കാർ. പുറപ്പെട്ടു വിടുമ്പോൾ വണ്ടി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സൗണ്ട്, പടപടപടപടാൻ സൗണ്ട്. എന്തിന്റെ ഡിവൈഡറിന്റെ മുകളിൽ കൂടെ എന്ത് കയറി ഇറങ്ങിയിരിക്കുകയാണ് അത് സംഭവം. അപ്പം തന്നെ അത് പൊട്ടിയിരുന്നു. അപ്പം നമ്മളൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ഒന്ന് പോവുകയും ചെയ്തു. അല്ല, അവിടുത്തെ ജിദ്ദയിൽ നിന്ന് പോരുമ്പോൾ തന്നെ കുറഞ്ഞ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീല് പഞ്ചറായ സൗണ്ട് നമ്മൾ പുറത്തറിഞ്ഞിട്ടുണ്ട്. ഭക്ഷണമോ വെള്ളമോ ലഭിച്ചില്ലെന്നും മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പരാതിയുണ്ട്. ഇത്രയും സമയം അകത്തിരുന്നിട്ട് പ്രായമായ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് ഉംറക്ക് പോയ. അവർക്ക് മറ്റൊരു ഫുഡിന് വെച്ചിട്ട് ഇതുവരെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ 1.5-2 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പ്രതിഷേധത്തിനൊടുവിൽ യാത്രക്കാരെ ബസ് മാർഗം നാട്ടിലെത്തിച്ചു. ജിദ്ദയിൽ റൺവേയിൽ കിടന്ന വസ്തുവിൽ തട്ടിയാണ് ടയറിന് കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികളും തുടങ്ങി. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിക്കും എയർപോർട്ട് ഡയറക്ടർ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. വിമാനം പുറപ്പെടും മുമ്പേ ജാഗ്രത കുറവുണ്ടായെന്നാണ് യാത്രക്കാരുടെ പരാതി. മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് അധികൃതരും അവകാശപ്പെടുന്നു. വാദപ്രതിവാദങ്ങൾക്കിടയിലും തലനാരിഴയ്ക്ക് അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരുടെ മടക്കം. കൊച്ചിയിൽ നിന്ന് സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.